നാഗം നമ്മളെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? നമ്മൾ എന്ത് ദ്രോഹം ഇതിനോട് ചെയ്തത്? അതിനേക്കാളും തൃശ്ശൂര് വേണമെന്ന് വെച്ച് താലി കെട്ടിയതാ. ജീവിതം ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഇനി എന്താവൂന്ന് മനസ്സിലാവുന്നില്ല. നാഗറാണി എന്റെ കൂടെ തന്നെ ഇരുന്ന് എന്നോട് പ്രതികാരം ചെയ്യാൻ നോക്കുകയാണല്ലേ? ഇന്ന് നിന്റെ സംഹാരം ഞാൻ നടത്തിയിരിക്കും. മായേ, നീ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചു മോളെ. നിനക്ക് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതൊക്കെ എന്തിനാ മുത്തശ്ശി? ഞാനും ഈ വീട്ടിലുള്ളവള് തന്നെയല്ലേ. അത് മാത്രമല്ല, ഈ വീട്ടിൽ നാഗമുണ്ടെന്ന് എന്നോട് പറഞ്ഞത് മറ്റൊരാളാ. ആദ്യം ഞാൻ അവർക്കാണ് നന്ദി പറയേണ്ടത്. മുതലാളി, ഇനിയിപ്പോ എന്താ ചെയ്യാ? നമ്മുടെ എല്ലാവരുടെയും മന്ദകയായ ഈ നാഗത്തെ കൊന്നുകളയണം. കൊല്ലാൻ പോന്നോ? അമ്മേ, ഈ നാഗത്തെ നമ്മൾ വെറുതെ വിട്ടാൽ ഇത് നമ്മളെ കൊല്ലും. അതുകൊണ്ട് ഇതിനെ ഞാൻ തന്നെ കൊല്ലും. മുതലാളി. നന്ദീശ, മറിച്ചൊരു ചിന്ത വേണ്ട. അതല്ല മുതലാളി, ഈ പാമ്പിനെ ഒരു കൂടൊക്കെ ഉള്ളിലാക്കിട്ട് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോകണം. എടോ, ഒരു കൂടെ എടുത്തോണ്ടോ? അതെ, എന്നാലും നിങ്ങള് ഇതിനെ ഞാൻ കൊല്ലാൻ പോകുന്നില്ല. വേറൊരാൾ ഇതിനെ കൊല്ലും. വിഷജന്തുക്കളെ ജീവനോടെ വിടുന്നത് നമുക്ക് ആപത്താണ്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇതെന്താടി ഇങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാർ, ഇത് വെറും പാമ്പല്ല സാർ, ഇച്ഛാധാരി നാഗമാണ് സാർ. ഇതിനെ പിടിക്കുന്നത് വളരെ കഷ്ടമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയണ്ട. ഇതിവിടുന്ന് പുറത്തു പോയിരിക്കണം, അത്ര തന്നെ. എന്തെങ്കിലും ഒന്ന് ചെയ്യടോ വേഗം. ഞങ്ങളെ ആശാനെ വിളിക്കാം സാർ. എവിടെയാള്? പുറത്തുണ്ട്. പോയി വിളിച്ചോണ്ട് വാടോ. ശരി സാർ. ഇച്ഛാധാരി നാഗറാണി, നീ എന്റെ കയ്യിൽ ശരിക്കും വന്ന് പെട്ടുവല്ലേ? നാഗമാണിക്യം വേണമല്ലേ നിനക്ക്? നിന്നെ കൊണ്ട് ഈ പാമ്പിനെ മെരുക്കാൻ സാധിക്കുമോ? അങ്ങന്നേ, എന്റെ മകുടിനാഥത്തിന് തല താഴ്ത്താത്ത പാമ്പുകളേ ഇല്ല. കണ്ടോ ഇപ്പം. നാഗറാണി, ഇന്ന് നിന്റെ അന്ത്യമാണ്. വാ നന്ദീശ. അതെ, സൂക്ഷിക്കണേ. നീ പേടിക്കൊന്നും വേണ്ട. ഇനി മുതൽ ഒരു പാമ്പും നമ്മുടെ വീട്ടിൽ കയറരുത്. അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം. നന്ദീശ വാ. ശിവാനിയുടെ ജീവിതം അവസാനിക്കാനുള്ള സമയം വന്നു ചേർന്നു. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. അങ്കിൾ,
എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? എന്തു പറ്റി? നിങ്ങളോടല്ലേ ചോദിച്ചത് എന്താന്ന്? ശിവാനി നാഗരൂപത്തിലുള്ളപ്പോ ഇവളാരാ? ഇവളെങ്ങനെ വന്നു ഇവിടെ? എന്താ കാര്യം വെച്ചാ ആരെങ്കിലും ഒന്ന് പറയൂ. ആരാണ് നീ? എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഇത് ഞാനല്ലേ ശിവാനി. കള്ളം പറയണ്ട. നീ ശിവാനിയാകാൻ ഒരു സാധ്യതയുമില്ല. ശിവാനി ഇച്ഛാധാരി നാഗമാണ്. അവളെ ആ കൂടയ്ക്കുള്ളിലാക്കി കഴിഞ്ഞു. ഞാനോ? ഞാൻ ഇച്ഛാധാരി നാഗമാണെന്നോ? തമാശ പറയണോ അങ്കിള്? ഇതെന്തായാലും നന്നായിട്ടുണ്ട്. ഞങ്ങളാരും തമാശ പറഞ്ഞൊന്നല്ല. ശിവാനിത ആ കൂടക്കകത്തുണ്ട്. ഞാനോ? എവിടെ കാണിച്ചേ? നീ ശിവാനിയല്ല. നിന്റെ യഥാർത്ഥ രൂപം ഇതല്ല. അങ്കിൾ, അങ്കിൾ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. മതി, നിർത്ത്. അല്ല, എന്നെ ഇങ്ങനെ എല്ലാരും സംശയിക്കാൻ എന്താ കാരണം? ഞാൻ എന്ത് ചെയ്തിട്ടാ? അങ്ങനെയല്ല മോളെ. ഇച്ഛാധാരി നാഗം നിന്റെ രൂപത്തിലാ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിച്ചു പോയി. ഓ, ആണോ? ഇച്ഛാധാരി നാഗം എന്റെ രൂപത്തിൽ വന്നെന്നോ? വിശ്വസിക്കാനേ പറ്റുന്നില്ല. അല്ല, അവളെന്തിനാ എന്റെ രൂപത്തിൽ വന്നത്? എനിക്ക് തോന്നുന്നത് എന്നെ കൊണ്ട് അവൾക്ക് വേറെന്തോ കാര്യം നേടാനുണ്ടെന്നാ. അല്ല, ഡബിൾ റോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇനി എന്നെ വിശ്വാസമായില്ലേ? ഞാൻ ശിവാനി തന്നെയാ. യഥാർത്ഥത്തിലുള്ള ശിവാനി ഞാനാണ്. അപ്പോ വീട്ടിൽ എന്റെ രൂപത്തിൽ വന്നത് ആരാണ്? എന്തിനാ അവൾ എന്റെ രൂപത്തിൽ വന്നത്? ശിവാനിയും തൃശൂലിനെയും വെറുതെ തെറ്റിദ്ധരിച്ചു ഞാൻ. ഈ കൂടയിലുള്ള നാഗം എന്നെ തന്നെ പറ്റിച്ചിരിക്കുന്നു. എന്തായാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. ശരി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എവരിബഡി റിലാക്സ്ഡ്. നമുക്ക് ഈ പാമ്പിനെ കൊണ്ട് കളഞ്ഞിട്ട് വരാം. ബാന്തിശ. അങ്കിൾ, ഒരു മിനിറ്റ്. പാമ്പിനെ കൊല്ലാൻ കൊണ്ടുപോവാണോ? വേണ്ട അങ്കിൾ. എന്താ? പാമ്പിനെ ദൈവമായിട്ട് നമ്മളൊക്കെ പൂജിക്കുന്നതല്ലേ? പാവം മിണ്ടാപ്രാണിയാണെന്ന് വെച്ച് മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും അതിനെ വെറുതെ വിട്ടേക്ക്. അങ്കിളിപ്പോ അതിന് മനുഷ്യത്വത്തിന്റെ പേരിൽ അതിനെ വെറുതെ വിട്ടാൽ അത് എന്നെ തന്നെ കടിച്ചു കൊല്ലും. നീ എന്നെ തടയാൻ നിൽക്കണ്ട. അങ്കിൾ, പാമ്പ് അതൊരിക്കലും നമ്മൾ ഇങ്ങോട്ട് കയറി ആക്രമിക്കില്ല. നമ്മൾ അതിനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത് വിഷപ്രയോഗം നടത്തുകയുള്ളൂ. ഈ കാര്യത്തിൽ ആരും എന്നെ ഉപദേശിക്കാൻ വരുന്നത് എനിക്കിഷ്ടമല്ല. ദിഗ്വിജയ, എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഈ കുട്ടി പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? പാമ്പിനെ കൊല്ലാൻ കൊണ്ടുവന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് പേടിയായി. വേണ്ടാന്ന് പറഞ്ഞാ നീ ദേഷ്യപ്പെടുമെന്ന് കരുതിയാ ഞാൻ മിണ്ടാതിരുന്നേ. നാഗത്തെ ദൈവത്തെ പോലെ കണ്ടിട്ടല്ലേ നാഗപഞ്ചമി ആഘോഷിച്ചത്. എന്നിട്ട് നമ്മൾ തന്നെ അതിനെ കൊല്ലാന്ന് പറഞ്ഞ നന്നായിട്ടുണ്ട്. ഈ ലോക പരിസ്ഥിതി ദിനത്തിലെ ചെടി നട്ട് സെൽഫി എടുക്കും, പിറ്റേ ദിവസം വെള്ളം ഒഴിക്കില്ല. ഇതും അങ്ങനെ തന്നെ. അങ്കിൾ, ദൈവത്തെ ഓർത്ത് അങ്ങയുടെ തീരുമാനം ഒന്ന് മാറ്റണം. ആ പാമ്പിനെ അതിന്റെ പാട്ടിന് വിട്ടേക്ക്. ആരെന്ത് പറഞ്ഞാലും ഈ കാര്യത്തിൽ എനിക്കൊരു മനമാറ്റമില്ല. ഈ നാഗം ജീവനോടെ ഉണ്ടാവരുത്. അതെ അങ്കിൾ, എനിക്കും അങ്കിൾ പറയുന്നതാണ് ശരിയെന്ന് തോന്നുന്നു. പാമ്പിനെ എല്ലാവർക്കും പേടിയല്ലേ?
ആർക്കെങ്കിലും അപകടം ഉണ്ടായാലോ? ഇതിനെ ഞാനിപ്പോ ജീവനോടെ വിട്ടാൽ ഇതെന്നെ തന്നെ ഇല്ലാതാക്കും. വീട്ടുകാരുടെ മുമ്പിൽ എല്ലാവരുടെയും ജീവൻ ആപത്താണെന്ന് പറയാം. പക്ഷെ എനിക്ക് പാമ്പിനോടുള്ള വൈരാഗ്യം തന്നെ വേറെയാ. അതൊന്നും ഇവരെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്കിൾ പ്ലീസ് അങ്കിൾ, ഞാൻ പറയുന്നത് കേൾക്ക്. ആ പാമ്പിനെ കൊല്ലരുത് അങ്കിൾ. അങ്കിൾ അങ്കിൾ അങ്ങനെ ചെയ്യില്ലേ അങ്കിൾ. ശിവാനി, ഈ വിഷയത്തിൽ എന്നെ തടയാൻ നോക്കണ്ട. മൂവ്. അച്ഛാ, ശിവാനി എന്താ ചെയ്തച്ചാ? അവളോട് തന്നെ ദേഷ്യപ്പെടുന്നേ? ഞാനൊന്നും ചെയ്തില്ല തൃശൂൽ. വീട്ടിൽ പാമ്പ് കയറിയിരുന്നു. അങ്കിൾ അതെന്നെ പിടിച്ച് കൊല്ലാൻ പോവാ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. നീ ഒന്ന് പറ തൃശൂൽ. ഇവൻ എന്റെ മകനാ. എന്റെ ഒരു തീരുമാനങ്ങൾക്കും എതിര് നിൽക്കില്ല. ഈ പാമ്പിനെ കൊല്ലണം എനിക്ക്. ആർക്കും അത് തടയാനാവില്ല. തൃശൂൽ നിനക്കൊന്ന് പറഞ്ഞൂടെ? നദീശനങ്കിൾ, അങ്കിളെങ്കിലും ഒന്ന് പറ. നിങ്ങൾ ആരെന്താ ഒന്നും പറയാത്തെ? ശിവാനി, ആ നാഗത്തെ എന്തിനാ നീ സംരക്ഷിക്കാൻ നോക്കുന്നേ? ഇതിൽ നിനക്കെന്താ നേട്ടം? നേട്ടമുണ്ട്. അതായത് നമ്മുടെ കുടുംബത്തിന് നല്ലത് മാത്രമേ വരൂ. വീട്ടിലുള്ള ആർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. ഈ പാമ്പിനെ വെറുതെ വിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സർപ്പദോഷം നമ്മളെ ബാധിച്ചിരിക്കും. മുത്തശ്ശിക്ക് അറിയുന്നതല്ലേ? മുത്തശ്ശി തന്നെ പറ, സർപ്പദോഷം കൊണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന്. അയ്യോയ്യോ, സർപ്പദോഷം നമ്മളെ ബാധിച്ചാൽ 14 വർഷം നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും മോനെ. എനിക്ക് ആരുടെ ഉപദേശം കേൾക്കണമെന്നില്ല. ഒരു ദോഷവും എനിക്ക് ഏൽക്കാനും പോകുന്നില്ല. ദിഗ്വിജയ, പണ്ട് ചെയ്ത തെറ്റ് പരീക്ഷിത് മഹാരാജാവ് സമ്മതിച്ചിട്ടും തക്ഷകൻ അവരെ കൊല്ലുക തന്നെ ചെയ്തു. അങ്ങനെയുള്ള വിഷസർപ്പങ്ങളാണിത്. നോക്ക്, ദൈവത്തെ ഓർത്ത് അതിനോട് കളിക്കാൻ നീ നിക്കണ്ട. അതിനെ ദൂരേക്ക് കളഞ്ഞേരു മോനെ. പേടിച്ച് ഞാൻ ഇതിനെ വെറുതെ വിട്ടാൽ ഇതിന്റെ വിഷമേറ്റ് ഞാൻ എന്റെ ജീവൻ ബലി കൊടുക്കേണ്ടി വരും. എത്ര വർഷമായിട്ട് ഇത് നമ്മളെ ശല്യപ്പെടുത്താണെന്ന് അറിയോ അമ്മയ്ക്ക്? എനിക്ക് എന്റെ കുടുംബവും എന്റെ കുടുംബത്തിലുള്ളവരുടെ ജീവനുമാണ് വലുത്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല അങ്കിൾ. ദയവേത് അതിനെ വിട്ടേക്ക്. ദിഗ്വിജയ, ആ കുട്ടി അത്രയ്ക്ക് നിന്നോട് പറയുന്നുണ്ടല്ലോ. പാവം, അതിനെ വിട്ടേക്ക്. പിടികൂടാൻ പോകുന്ന ശാപത്തിൽ നിന്ന് നീ വീടിനെ രക്ഷിക്കും മോനെ. ഇല്ല, ഒരു കാരണവശാലും ഞാൻ അതിനെ വെറുതെ വിടില്ല. നിങ്ങളുടെ വാക്ക് കേട്ടതിനെ വെറുതെ വിട്ടാൽ നാളെ ഞാൻ എന്റെ പ്രാണൻ വെടിയേണ്ടി വരും. അച്ഛാ, മുത്തശ്ശിയും ശിവാനിയും ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും അങ്ങനെ തോന്നുന്നു. പ്ലീസ് അച്ഛാ, അതിനെ വിട്ടുകളഞ്ഞേക്ക്. ഒന്നും ചെയ്യണ്ട. തൃശൂൽ, ഞാൻ അച്ഛനോട് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. ഇന്ന് ചോദിക്കുക. ദൈവത്തെ ഓർത്ത് പറ്റില്ലെന്ന് പറയരുത്. എന്തെങ്കിലും ദോഷം പിടിപെട്ട് വീട്ടിലുള്ളവരൊക്കെ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. എല്ലാവരും സുരക്ഷിതരായി സന്തോഷമായിട്ടിരിക്കണം. അതെന്റെ ആഗ്രഹം. പ്ലീസ് അച്ഛാ, പ്ലീസ്. ശരി. അച്ഛാ, നമ്മൾ ആ പാമ്പിനെ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ദൂരെ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് കൊണ്ട് വിട്ടിട്ട് വരാം. നീ പോകണ്ട തൃശൂൽ. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ? അങ്ങുന്നേ, മകുടി ശബ്ദം കേൾക്കാതെ ഇതൊരു നിമിഷം നിൽക്കില്ല. മകുടി ഞാൻ ഊതിക്കൊള്ളാന്നേ. തൃശൂൽ, ഞാൻ നിന്റെ കൂടെ വരാം. ശിവാനി, എന്താ കാര്യം എന്നറിയില്ല. ഇന്ന് എനിക്കെന്തോ സംഭവിച്ച പോലെ. പാമ്പെന്ന് പറഞ്ഞ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഒരു പേടിയും തോന്നുന്നില്ല. അച്ഛൻ പാമ്പിനെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോ എനിക്കും എന്താ വിഷമം തോന്നി. അതിനോടൊരു കരുണ തോന്നി ശിവാനി. നമ്മുടെ പോലെ തന്നെ അതും ഒരു ജീവിയല്ലെന്ന് തോന്നിപ്പോയി. തൃശൂൽ, നീ ഇന്ന് വേറൊരു പാമ്പിന്റെ ജീവനല്ല രക്ഷിച്ചത്. നിന്റെ പ്രണയത്തെ തന്നെയാണ്. മനസ്സിലായില്ല. അല്ല, ഞാൻ ആ പാമ്പിന്റെ ജീവൻ രക്ഷിച്ചെങ്കിലും അതും എന്റെ പ്രേമമായിട്ട് എന്താ ബന്ധമുള്ളത്? അത്
എന്റെ മനസ്സിലുള്ളതുപോലെ തന്നെ നീ ചെയ്തില്ലേ, അതുകൊണ്ടാ പ്രേമവും കൂടെ രക്ഷിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. തൃശൂൽ, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് ഈ പാമ്പിനെ വിട്ടിട്ട് വരാം. ശിവാനി, ഞാനും നിന്റെ കൂടെ വരാം. വേണ്ട, ഞാൻ പോയിട്ട് വിട്ടിട്ട് വരാം. അല്ല ശിവാനി, ഞാനും കൂടെ വരാന്നേ. ഒറ്റയ്ക്ക് പോയിട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ പോയിട്ട് വരാം. ശരി, പോയിട്ട് വാ, സൂക്ഷിക്കണം. ആരാ നീ? എന്തിനാ എന്റെ രൂപത്തിൽ വന്നത്? നിന്നോടാ ചോദിച്ചത് ആരാ നീന്ന്. നിന്നെ രക്ഷിക്കാൻ വന്ന സ്നേഹിതയാണെന്ന് കരുതിക്കോ. എന്നുവെച്ചാ ആരാ നീ? ഞാൻ ബുദ്ധിമുട്ടിലായത് നീ എങ്ങനെ അറിഞ്ഞത്? എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇപ്രാവശ്യം നിന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ വന്നു എന്ന് വെച്ച എല്ലാ പ്രാവശ്യവും നിന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ വരുമെന്ന് നീ കരുതണ്ട. നിന്റെ രക്ഷ നിന്റെ കയ്യിൽ തന്നെയാ. സൂക്ഷിക്കണം. ഏയ്, അവിടെ നിക്ക്, ഒരു മിനിറ്റ്. ശിവാനി, അവൾ എവിടെ പോയി? ഈ സമയത്ത് തൃശ്ശൂൽ ഇവിടെ വന്ന് നിൽക്കുകയാണല്ലോ. അവൾ ആരാണെന്ന് പോലും അറിയാൻ പറ്റിയില്ല. ഇത്രയും നേരം എന്തെടുക്കായിരുന്നു? ഞാൻ സത്യം പറഞ്ഞ ആകെ പേടിച്ചു പോയി. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ആ പാമ്പിനെ തുറന്നു വിട്ടില്ലേ? ആ വിട്ടു, അത് പോയി. ആവോ, എനിക്ക് ഇപ്പോഴാ സമാധാനായേ. എന്നാ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? വാ ശിവാനി, വാ ശിവാനി, നമുക്ക് പോകാം. നീ എന്തേ ആലോചിക്കുന്നേ? ഒന്നുമില്ല, വാ. നിൽക്ക്. ആരാ നീ? ശിവാനിയുടെ രൂപത്തിൽ എന്തിനു വന്നു? അവളെ രക്ഷിക്കാനായി വന്നതാണോ? എല്ലാ ഉത്തരങ്ങളും നിനക്കറിയാമെങ്കിൽ പിന്നെ എന്നോട് എന്തിനാ ചോദ്യം ചോദിക്കുന്നേ?